നമ്മൾ ഈ നിലവിൽ ഇന്ത്യയിലെ സിസ്റ്റത്തിൽ സ്റ്റണ്ടേഴ്സിന് സപ്പോർട്ട് ഇല്ല. അതാണ് മെയിൻ പ്രശ്നം. അങ്ങനത്തെ ഒരു സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ട് കിട്ടില്ലാണ് നമ്മളൊക്കെ എവിടെയും എത്തിയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു കമ്പനിയിലും കയറിയിട്ടുണ്ടാവും. അതുപോലെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇവൻ്റെ ഒരു ഫോട്ടോ എന്നെ ഭയങ്കരമായിട്ട്, അതായത് ഇവനൊരു സെർച്ച് ചെയ്ത് കോളേജിൽ ഇവൻ സ്റ്റണ്ട് ഷോ ചെയ്തു. അപ്പോൾ അവിടെയുള്ള ഒരു ഫോട്ടോ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയി. എനിക്ക് ഇത് ചെയ്യണം, ഇത് ചെയ്താൽ ഇത്രയും സപ്പോർട്ടൊക്കെ കിട്ടും, ഇതാണ് എൻ്റെയും ഭാവി ഇതാണെന്ന് തോന്നി. എന്നിപ്പോൾ ആരെങ്കിലും ഒരാൾ വാശിയിട്ട് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നില്ലെന്ന് എനിക്ക് ഏറ്റവും രസമുള്ളത്. അപ്പം അങ്ങനെ ഞാൻ രാവിലെ 10 മണിക്ക് പോയി, വൈകുന്നേരം 5 മണി വരെ പോയിട്ടും എനിക്ക് ആകുന്നില്ല. പിറ്റേ ദിവസവും പോയി. പിന്നെ അത് എനിക്ക് ട്രിക്ക് മനസ്സിലായി, ഇത് ചെറിയൊരു ബ്രേക്കിങ്ങിന്റെ ഒരു സംഭവമാണ്. അങ്ങനെ അടിച്ച് കാണിച്ചു കൊടുത്ത് അവനോട് ലൈം സോഡയും വാങ്ങി കുടിച്ച് അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റണ്ട് എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. മൊത്തത്തിൽ പൈസ ആണ് ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷനിൽ, പൈസയാണ് നമുക്ക് എല്ലാം വേണ്ടത്. പൈസ ഉണ്ടെങ്കിൽ റെസ്പെക്ട് വരെ കിട്ടും ഇപ്പോൾ. പക്ഷേ എനിക്ക് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്നായാലും ഇപ്പോൾ പൈസ നമുക്ക് പിന്നെ ഉണ്ടാക്കാം, ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എത്രയോ ബന്ധങ്ങൾ പോയിട്ടുള്ള അറിവാനൊക്കെ ഉണ്ട് ഈ പൈസേൻ്റെ പേരിൽ. എൻ്റെ മൈൻഡിൽ നാട്ടുകാർ തന്നെ ഇപ്പം പൊട്ടിത്തെറിച്ചായിട്ട് കാണുന്നത് വെച്ചാൽ, പക്ഷെ ഇപ്പം എൻ്റെ നാട്ടുകാരായാലും വീട്ടുകാരായാലും ഒരു റെസ്പെക്ട്, അതായത് എപ്പോഴെത്തി, നീ എന്താ നിർത്തിയോ, പോകുന്നില്ലേ, കംപ്ലീറ്റ് ആക്കാണ്ട് വരല്ലേ. എന്നെ കാട്ടി ഇപ്പം നാട്ടുകാരെന്നെ വിശ്വസിക്കുന്നുണ്ട് എന്നെ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുള്ളത്. അതാണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഷാഹന. വെൽക്കം ടു വെൽത്തി സ്പോട്ട്ലൈറ്റ്. നമ്മളെല്ലാവരും സൈക്കിൾ യാത്ര ചെയ്യാറുണ്ട് അല്ലേ? നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ഫ്രണ്ട് വീല് പൊക്കി ബാക്ക് വീലിൽ മാത്രം ട്രാവൽ ചെയ്യുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഗസ്റ്റ് അങ്ങനെ ഒരു ഗസ്റ്റാണ്. വേൾഡ് ടൂറും ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലുമായി അദ്ദേഹം ഫ്രണ്ട് വീല് പൊക്കി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മറ്റാരുമല്ല, സനീദാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. സനീദ്, വെൽക്കം ടു ഷോ. താങ്ക് യു. ഹായ്. നെർവസ് ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ? ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതിന്റെ ചെറിയൊരു ഞാൻ മൊത്തത്തിൽ ഞാൻ അങ്ങനെ എന്റെ ഫേസ് എവിടെ അങ്ങനെ കാണിക്കാറില്ല. ഹെൽമെറ്റ് ഇട്ട് ഞാൻ ചെയ്യാറില്ല. എന്ത് വീഡിയോസ്, ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് നോക്കി ഒരു തലയിലൊരു ഹെൽമെറ്റ് ആണ്. എന്താ ഹെൽമെറ്റ് അത്രയ്ക്ക് ഇഷ്ടം? ഹെൽമെറ്റ് ഒന്നാമതെന്ന് വെച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ബൈക്ക് സ്റ്റണ്ടറും കൂടിയാണ്. അപ്പോൾ നമ്മളെ കണ്ടിട്ട് ഇപ്പം ആൾക്കാർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളൊരു ബാഡായിട്ട് തോന്നാൻ പാടില്ല. നമ്മൾ ഹെൽമെറ്റ് ഒന്നും ചെയ്യാണ്ട് ഒരു ചാപ്രി റൈഡേഴ്സ് എന്നുള്ളൊരു മൈൻഡ് വരാൻ പാടില്ലല്ലോ. അപ്പോൾ ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ടേ പുറത്ത് ചെയ്യുമ്പോഴൊക്കെ പോകാറുള്ളൂ. ഞാനിപ്പം ഓൾ കേരള അടിച്ച സമയത്ത് ഞാൻ ബൈക്കിന്റെ ഹെൽമെറ്റാണ് യൂസ് ചെയ്തത്. അപ്പൊ അത് 2 കിലോന് മുകളിൽ വെയിറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ സൈക്കിളിന്റെ ഹെൽമെറ്റ് യൂസ് ചെയ്ത്. ഇപ്പൊ ഈ ഓൾ ഇന്ത്യ റൈഡിലാണ് ഞാൻ മുഖം കാണിച്ച് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇതുവരെ ഫോളോ ചെയ്തിട്ടുണ്ട്, ഇനി അങ്ങോട്ടേക്കും ഫോളോ ചെയ്യണം. ഓക്കെ, നമ്മൾ കരിയറിലോട്ട് പറയുവാണെങ്കിൽ ഒരു സൈക്കിള് നമ്മൾ ഓടിക്കുക എന്ന് പറയുന്നത് ചിലവർക്ക് എളുപ്പമായിരിക്കും, ചിലർക്ക് പാടായിരിക്കും. നമ്മൾ ഡ്രൈവിങ്ങിലോട്ട് പോകുന്നതിന് ഫസ്റ്റ് സ്റ്റേജാണ് നമ്മൾ സൈക്ലിംഗ് പഠിക്കാറ്. എല്ലാവരും സൈക്ലിംഗ് പഠിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ ചിലപ്പോൾ പലതവണയും നമ്മൾ സൈക്ലിംഗ് ചവിട്ടി നമ്മൾ വീഴാറുമുണ്ട്. പക്ഷെ എല്ലാവരിൽ നിന്ന് വ്യത്യസ്തമായി കുറേ ആൾക്കാർ സൈക്കിളിൽ ലോങ് ട്രിപ്പ് പോയിട്ടുണ്ട്. അതിപ്പം ദൂര യാത്രകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റായി ഫ്രണ്ട് വീല് പൊക്കി ബാക്ക് വീലിൽ മാത്രം ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ആ ഒരു റൈഡിനകത്ത് ഒരുപാട് റിസ്ക് എലമെന്റ്സ് ഉള്ളൊരു റൈഡാണ് അല്ലേ? അപ്പം എനിക്ക് ഒരു 20 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുവിന് എന്തെങ്കിലും പ്രശ്നം വരാം. യെസ്, അത് നമുക്ക് കാര്യം ചോദിക്കാം. എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് വന്നത്? എത്രാമത്തെ വയസ്സിലാണ് സൈക്ലിംഗ് തുടങ്ങിയത്? സൈക്ലിംഗ് തുടങ്ങിയത് കറക്റ്റ് ഓർമ്മയില്ല. ഏകദേശം ഒരു 4ാം ക്ലാസ് പഠിക്കുമ്പോൾ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങിയത്. അപ്പോഴും 2 വീലിൽ തന്നെയാണ്. അപ്പോൾ ഞാനൊരു 6ാം ക്ലാസ്സിലെത്തിയ സമയത്താണ് എൻ്റെ ബ്രദർ സജാദ്, നമ്മൾ 3 ആൾക്കാർ സെയിം ഫീൽഡിലുള്ളവരാണ്. അപ്പോൾ എൻ്റെ മൂത്ത ബ്രദർ സവാദാണ് സ്റ്റണ്ട് എന്താണെന്ന് കാണിച്ചു തന്നത്. അതായത് സൈക്കിൾ ഇങ്ങനെയൊക്കെ ഓടിക്കാം, അല്ല ബൈക്ക് ഇങ്ങനെയൊക്കെ ഓടിക്കാൻ സവാദാന്ന് കാണിച്ചു തന്നത്. അപ്പോൾ സവാദ് സജാദിന് ഇത് കൊടുത്തു, സജാദിനെ ബിൽഡ് ചെയ്തെടുത്തു. ഇങ്ങനെയുള്ള സ്റ്റണ്ട് ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെ മറ്റേ സജാദിന് ഇതാക്കി. എനിക്കിതിനോട് ഒരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അന്നേരം ഡാൻസ്, പാട്ട്, ഫുട്ബോൾ ഇതൊക്കെയാണ് എൻ്റെ ക്രേസ്. അന്നേരം വേറൊന്നിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇവൻ്റെ ഒരു ഫോട്ടോ എന്നെ ഭയങ്കരമായിട്ട്, അതായത് ഇവനൊരു സെർച്ച് ചെയ്ത് കോളേജിൽ ഇവൻ സ്റ്റണ്ട് ഷോ ചെയ്തു. അപ്പോൾ അവിടെയുള്ളൊരു ഫോട്ടോ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയി. എനിക്കിത് ചെയ്യണം, അതായത് ഇത് ചെയ്താൽ ഇത്രയും സപ്പോർട്ടൊക്കെ കിട്ടും, ഇതാണ് എൻ്റെയും ഭാവി ഇതാണെന്ന് തോന്നി. പിറ്റേന്ന് വണ്ടി കയറി ഇരട്ടി പോയിട്ട് സ്ക്രാപ്പ് എന്നൊരു സൈക്കിൾ വാങ്ങി. സൈക്കിൾ മൊത്തം പിറ്റേ ദിവസം ഫുള്ള് സെറ്റാക്കി. അന്നേരം ഫേസ്ബുക്കിൽ പേര് മാറ്റലാണ്. അന്നേരം പേര് മാറ്റി സനീദ് DCZ എന്നാക്കി. അത് ഡെവിൽ സൈക്കിൾസ് അതായിരുന്നു അന്നേരം നമ്മളെ ടീമിന്റെ പേര്. അപ്പോൾ അങ്ങനെ പേരൊക്കെ മാറ്റി പിറ്റേ ദിവസം വെറുതെ DP ഒക്കെ ഇട്ട് ഫ്രണ്ട് വന്നിരിക്കുന്നില്ലാക്കി. അങ്ങനെ കളിക്കാൻ തുടങ്ങി, സ്റ്റണ്ട് കളിക്കാൻ തുടങ്ങി. പക്ഷേ ഇമ്പ്രൂവ്മെന്റ് ഒന്നുമില്ല. കാരണം ഞാനതൊരു വെറുതെ ഒരു ടൈം പാസ്, അത്ര ആ ഒരു ഇല്ല ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നിന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ്,
ഞാൻ അന്നേരം അത്യാവശ്യം പണിയൊക്കെ എടുക്കുന്ന കൂട്ടത്തിലാണ്. അതായത് ഞാൻ എൻ്റെ 6ാം ക്ലാസ് തൊട്ടേ ഞാൻ പണിക്ക് പോകുന്നുണ്ട്. അതായത് ഒരു ദിവസം 3 ബസ്സൊക്കെ കഴുകാറുണ്ടായിരുന്നു അന്നേരം. അത് എനിക്ക് അന്നേരം ക്രേസാണ്, എനിക്ക് വണ്ടി കഴുകാന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ ഒപ്പരെല്ലാം പോയി ബസ്സൊക്കെ കഴുകും. അപ്പം അങ്ങനെ കഴുകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഇഷ്ടം പോലെ ഉണ്ടാവും. ഞാൻ വിചാരിച്ച അന്ന് എനിക്കൊരു സ്വന്തം ഇഷ്ടപ്രകാരമാണോ അങ്ങനെ ചെയ്യുന്നത്? അതെ, സ്വന്തം ഇഷ്ടപ്രകാരം. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എന്താ പറയുക, എന്നെ ഒന്നിലും ഫോഴ്സ് ചെയ്യലൊന്നുമില്ല. എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുക. ഇപ്പോൾ ഈ റൈഡ് പോലും എന്നെ ആരും ഫോഴ്സ് ചെയ്തില്ല, എന്നോട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പോലും പറഞ്ഞില്ല. ആകെ ടെൻഷനുള്ളത് എൻ്റെ ഉമ്മാക്കാണ്. പിന്നെ എൻ്റെ ഉപ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉപ്പ എൻ്റെ റൈഡിന് വേണ്ടി വെൽഡ് ചെയ്തെന്ന് മൊത്തം എൻ്റെ ഉപ്പയാണ്. അതൊക്കെയാണ്. സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആരും എന്നോടൊന്നും പറഞ്ഞില്ല. സപ്പോർട്ട് എന്ന് വെച്ചാൽ ടെൻഷൻ ഉണ്ട്, അവർക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്. കാരണം അവർക്കറിയാം എനിക്ക് വരുന്ന കമൻറ്റൊക്കെ അവരും വായിക്കുന്നുണ്ട് അധികം. അപ്പോൾ അവർക്കും ഒരു ഉള്ളിലൊരു ഭയമുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, നീ 9th ഫുട്ബോൾ കളിക്കുന്ന പോസ്റ്റ് ഉണ്ട്, ഇപ്പുറത്തെ പോസ്റ്റ് തൊട്ട് അപ്പുറത്തെ പോസ്റ്റ് വരെ വീൽ ചെയ്ത് പോക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ ലൈം സോഡ വാങ്ങിത്തരാം. അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 5-10 ലൈം സോഡ വാങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എന്നിപ്പോൾ ആരെങ്കിലും ഒരാൾ വാശിയിട്ട് കഴിഞ്ഞാൽ ഇപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നില്ലാന്ന് എനിക്ക് ഏറ്റവും രസമുള്ളത്. അപ്പം അങ്ങനെ ഞാൻ രാവിലെ 10 മണിക്ക് പോയി, വൈകുന്നേരം 5 മണി വരെ പോയിട്ടും എനിക്കാകുന്നില്ല. പിറ്റേ ദിവസം പോയതിൽ പകുതി വരെ കിട്ടി. പിന്നെ അത് എനിക്ക് ട്രിക്ക് മനസ്സിലായി, ഇത് ചെറിയൊരു ബ്രേക്കിങ്ങിൻ്റെ ഒരു സംഭവമാണ്, നമ്മളെ കൊണ്ട് പറ്റും, വിചാരിച്ചാൽ പറ്റുന്നുണ്ട്. അങ്ങനെ അടിച്ച് കാണിച്ചു കൊടുത്ത് അവനോട് ലൈം സോഡയും വാങ്ങി കുടിച്ച് അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റണ്ട് എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് മൊത്തത്തിൽ. പിന്നെ അത് ബൈക്കായി. പിന്നെ അതിനോട് ഫ്രണ്ട് വീല് പൊക്കി എങ്ങനെ ഇതിങ്ങനെ പോവാൻ പറ്റുന്നത്? അത് ശരിക്കും ഇപ്പം നിലവിലൊക്കെ പഠിക്കുമ്പോൾ വീട് അങ്ങനെ വീണിട്ടുണ്ട്, വീഴൽ ഇഷ്ടം പോലെ വീണിട്ടുണ്ട്. പക്ഷേ നമ്മൾ സേഫ്റ്റി ഗിയേഴ്സൊക്കെ ഇപ്പം ഞാനായാലും ഷൂ പിന്നെ പാഡൊക്കെ ഇടും. ഫസ്റ്റ് സ്റ്റാർട്ടിങ് സമയത്ത് അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് കൂടും. പിന്നെ എൻ്റെ ഈ മുട്ടിന് താഴെയൊക്കെ കുറേ സ്ക്രാച്ച് ഉണ്ട്. പക്ഷെ അതൊന്നും സ്റ്റണ്ട് കളിച്ചിട്ട് കുറച്ചേ ആയുള്ളൂ, ബാക്കി മൊത്തം ഫുട്ബോൾ കളിച്ചിട്ട് വീണിട്ടായതാണ്. അപ്പോൾ ഏറ്റവും ഞാൻ മനസ്സിലായി ഫുട്ബോൾ കളി. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ റൈഡിൽ കന്യാകുമാരി മുതൽ ഗോവ വരെ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൗണ്ടിൽ ഈവനിങ് ഫുട്ബോളൊക്കെ കളിച്ച് എൻജോയ് ചെയ്തിട്ടാ പോവാ. ബൂട്ടൊക്കെ ഉണ്ട് കയ്യിൽ. ഓക്കെ, എവിടെ നിന്നാണ് ഫസ്റ്റ് ആദ്യമായിട്ട് ഈ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്? എവിടെ നിന്നാണ്, അതായത് ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ശരിക്കും എനിക്കിത് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്, ഞാൻ കോയമ്പത്തൂർ നിന്ന് ഒരു 4 മാസം അവിടെ വർക്ക് ചെയ്തു വരുന്നു. അപ്പോൾ ആ വർക്ക് ചെയ്ത സമയത്ത് എന്നെ ആരും കോണ്ടാക്ട് ചെയ്യാനൊന്നുമില്ല, ഒരു ഒറ്റപ്പെട്ടൊരു ഫീൽ. അപ്പോൾ ഞാൻ തന്നെ എനിക്ക് തോന്നി ഞാൻ ഇവിടെ നിൽക്കേണ്ടവനല്ല, നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല ഇത്, നമുക്ക് വേറെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ചെയ്യണം. അപ്പം അങ്ങനെ ഞാൻ എടുത്ത തീരുമാനമാണ് ഈ ഓൾ ഇന്ത്യ റൈഡ്. പക്ഷേ ഓൾ ഇന്ത്യ റൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഇറങ്ങി തിരിച്ചാൽ എല്ലാവരും എന്നെ പരിഹസിക്കും, എന്നെ കൊണ്ട് ആവില്ല എന്ന് തന്നെ പറയും. അപ്പോൾ അതിന് ഒരു സാമ്പിളായിട്ട് ഞാൻ ഓൾ കേരള റൈഡ്, അതായത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ അടിക്കാമെന്ന് വിചാരിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ അത് ഞാൻ ചേഞ്ച് ആക്കി കന്യാകുമാരി വരെ ആക്കി. അപ്പോൾ അത് അടിക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് ഞാനിങ്ങനെ കുറേ ആൾക്കാരോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോകണമെന്നുണ്ട്, ചിലപ്പം എന്നെ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും, ചിലപ്പം പറ്റില്ല, എന്താവും അറിയില്ല. എൻ്റെ പൈസ ഒന്നുമില്ല എന്നറിയാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ആകെ ഉണ്ടായത് ഒരു ഞാൻ കോയമ്പത്തൂർ പണിയെടുത്തതിൻ്റെ ഒരു 10,000 മാത്രമേ എൻ്റെ ബാലൻസ് ഉള്ളൂ. അപ്പോൾ അതും കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ പറ്റുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അപ്പോൾ എല്ലാവരും എന്നെ പുച്ഛിക്ക് ചെയ്ത്, എന്നെ കൊണ്ട് ആവില്ല, നീ എന്താ പറയുന്നത്, ബേർഡ് പറയുന്നത്, ടയറിലാണ്ട് നിനക്ക് എത്ര വരെ പോകാനാവുക, അതൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, നീ വീട് എന്നെ കൊണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഓൾ കേരള അല്ല പ്ലാൻ ചെയ്തിരുന്നു, ഓൾ ഇന്ത്യയാണ്. ഓൾ കേരള ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്, ചിലപ്പം പറ്റും ചിലപ്പം പറ്റില്ല എന്ന്. എന്തെങ്കിലും ആക്ക് ഒലക്കാനും പറഞ്ഞിട്ട് എന്നെ കുറേ ആൾ ഇതാക്കി. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, വീട്ടിൽ രാത്രി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പോയേ പറ്റൂ, ഇവിടെ വീട്ടിൽ നിന്ന് ബോറടിച്ചു തുടങ്ങി. ഞാൻ രാത്രിക്ക് ഇങ്ങനെ എൻ്റെ കൂടെ വരുന്ന 2 ആൾക്കാരെ സെറ്റ് ചെയ്ത്, അവരെ വെച്ചാൽ ഒരു വിളിച്ചിട്ടേ ഉള്ളൂ, എടാ ഇങ്ങനെ പോകുന്നതിൻ്റെ പേരില്ല, അവർ റെഡി, 2 ആൾ റെഡി, 2 സൈക്കിൾ സെറ്റാക്കി കൊടുത്ത് രാത്രിക്ക് ഒരു 3 മണിക്ക് ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഉമ്മ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, ഉപ്പയും കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാനൊന്ന് കെട്ടിപ്പിടിച്ചു, ഉപ്പാൻ്റെ കാലൊന്ന് പിടിച്ച് ഞാൻ പോക്കാൻ പറ്റും. ഉമ്മ വിചാരിച്ച് ഞാൻ പണിക്ക് പോകുന്നതാണ്, വേറെ എവിടെയോ പോകുന്നതാണെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പോയി. പിന്നെ ഞാൻ ഡ്രൈവർ പണി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ 2 ദിവസം എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ചു വരാം, വണ്ടി കൊണ്ട് ട്രാവലർ അങ്ങനെ വല്ല വണ്ടി എടുക്കുന്ന. അപ്പോൾ ഉമ്മ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഉമ്മ വിചാരിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതാണെന്നില്ല, എന്നെ വിളിച്ച്, നീ എവിടെയല്ലേ, ഞാൻ ഇങ്ങനെ ഇവിടെയുള്ളത്. എന്നാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ഇല്ല, ഒന്നുമില്ല. എന്നാലും എൻ്റെ നല്ലൊരു ഫോണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഒരു കാര്യം, എത്രാമത്തെ ഏജിലാണ് ഇത് ചെയ്തത്? ഇതിപ്പം റീസെൻ്റ് ആയിട്ട് ഒരു 1 year ബാക്ക് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, 1 year 1 year ബാക്ക് അത്രേ ഉള്ളൂ. അത് ഓൾ കേരള റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓൾ ഇന്ത്യ റൈഡ് ചെയ്തിട്ട് ഇപ്പം 1 year ഇല്ല കേട്ടോ, 6 months അത്രേ ഉള്ളൂ. ഇപ്പോൾ ഓൾ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത്
ഇപ്പം റീസെൻ്റ് ആയിട്ട് ഒരു 4 months ബാക്ക് ബാക്കാണ്. ഓക്കെ, അങ്ങനെ പോയി. അപ്പോൾ ഉമ്മ വിളിച്ചു, എന്നിട്ട് ഉമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് എവിടെയുള്ള വരുന്നില്ലേ അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നൊന്നുമില്ല, ഇനി 1 മാസത്തേക്ക് തന്നെ നോക്കണ്ട, ഞാൻ ഇങ്ങനെ റൈഡിലാണ്. അപ്പം ഉമ്മക്ക് ടെൻഷനായി, എന്താ റൈഡൊന്നും അറിയില്ല. അന്നേരം എൻ്റെ ഏട്ടൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, ഇങ്ങനെയാണോ ഇങ്ങനെ പോകുന്നുണ്ട്, ഓനൊക്കെ പ്രാന്താണ്, എന്തിനാന്ന് പറഞ്ഞാൽ വിട്ടിരിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ തമാശക്ക്. എൻ്റെ ഏട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ അറിയാം എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത്. പക്ഷേ ചിലപ്പം എനിക്ക് വരുന്ന ഈ കമൻറ്റ് അവരൊക്കെ വായിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഈ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയത് വെറുതെയാന്നൊക്കെ തോന്നിപ്പോകും. പിന്നെ നമ്മളെ നോക്കി കുരക്കുന്ന പട്ടീനെല്ലാം നമ്മൾ കല്ലെറിയാൻ നിന്നാൽ അതിനേ സമയം ഉണ്ടാവും. നമ്മളത് അതിലേക്ക് ഇട്ട് അങ്ങ് വിട്ടോളാം. എപ്പോഴും നമുക്ക് ശരിയാ, നമ്മൾ ഏതൊരു കാര്യത്തിലും നെഗറ്റീവ് കമന്റ്സ് വരും, പക്ഷെ നമ്മുടെ പാഷൻ അല്ലേ. അതെ, എനിക്ക് ഞാനിത് ചെയ്യുമ്പോൾ ഞാൻ ഹാപ്പിനെസ് ആണ്, എനിക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. അതിപ്പം ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും ഇങ്ങനെ പോയിക്കുന്നതുകൊണ്ട് ഓനിക്കെന്താ കിട്ടുന്നത്, അങ്ങനെ ഇങ്ങനെ ഓനിങ്ങനെ പോകേണ്ട ആവശ്യം, അവൻ മര്യാദയ്ക്ക് 2 ടയർ വെച്ച് പോയാൽ പോരെ. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോകുന്നുണ്ട്, 2 ടയർ വെച്ചിട്ട് പോകുന്നുണ്ട്, ബൈക്കിൽ പോകുന്നുണ്ട്. അത് ഒരാളെ സന്തോഷത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാനിങ്ങനെ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്ന എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് എന്നെ കൊണ്ട് പറ്റും പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ട്രൈ ചെയ്ത് നോക്കാണ്ട് നമ്മളെ കൊണ്ട് ആവില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പം ഞാൻ ട്രൈ ചെയ്തു, ഞാൻ ഓൾ കേരള കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആ കോൺഫിഡൻസ് തന്നെ ഞാൻ ഓൾ ഇന്ത്യ കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇറങ്ങി. ഇപ്പം ഞാൻ മുംബൈ വരെ എത്തി. ഇനി അങ്ങോട്ടേക്ക് എനിക്കിപ്പം വന്ന അതേ ദൂരം അത്ര വരെ ഉണ്ട്. ചിലപ്പോൾ ഞാൻ പതിക്കുന്നത് നിർത്തിയിട്ട് വരേണ്ടി വരും, എനിക്ക് എന്തെങ്കിലും എന്താ പറ്റി കഴിഞ്ഞാൽ നിർത്തിയിട്ട് വരേണ്ടി വരും. പക്ഷേ ഞാനിത് അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റും, ആക്സിഡൻറ്റ് പറ്റാം, മരിക്കാം. അതിലൊക്കെ ഞാൻ ഹാപ്പി ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാണ്ട് മരിക്കുന്നതിനെക്കാട്ടി നല്ലല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മളെ ഡ്രീമിനനുസരിച്ച് പോകുമ്പോൾ അങ്ങനെ മരിച്ചു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എത്ര 1 monthനുള്ളിൽ ഓൾ കേരള തീർന്നായിരുന്നു? 1 monthനുള്ളിൽ ഓൾ കേരള കംപ്ലീറ്റ് ആക്കിയായിരുന്നു. അത് ഓൾ കേരള പറയുന്നത് ഞാനിപ്പോൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ആ ഒരു സ്ട്രെച്ച് മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ. പക്ഷെ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ ഇടുക്കി ഒഴികെ ബാക്കി എല്ലാ ജില്ലയും കവർ ചെയ്തിട്ടാണ് പോയത്. ഇടുക്കി എനിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ അവിടെ അതുകൊണ്ട് പോയില്ല. പക്ഷെ ഇടുക്കി പോകണമെന്നുണ്ട്, ഈ റൈഡൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ സൈക്കിൾ എടുത്തിട്ട് മാത്രം അവിടെ പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മുടെ ഓൾ ഇന്ത്യ ചെയ്ത എത്ര ടൈം, മുംബൈ വരെ പോകാൻ എത്ര ടൈം എടുത്തു? അത് 1 മാസത്തോളം ബ്രേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതെന്താ വെച്ചാൽ എൻ്റെ കൂടെയുള്ളവരെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുത്തനുണ്ടായി, നമ്മൾ 3 പേരുണ്ടായിരുന്നതാ. അപ്പം നിങ്ങൾ 3 പേരും കൂടെ ആണോ ഈ ട്രാവൽ ചെയ്യുന്നത്, അതോ സിംഗിൾ ആയിട്ടാണോ പോകുന്നത്? 3 പേരുണ്ടായിരുന്നു. അതിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് താഹിർ, ജുനൈദ് 2 പേരാണ് ഉണ്ടായിരുന്നത് എൻ്റെ കൂടെ സപ്പോർട്ടിന്. അതിൽ ജുനൈദ് എൻ്റെ കസിനാണ്. അപ്പോൾ കൊച്ചിയിലെത്തിയ സമയത്ത് അവന് ചെറിയ പ്രാരാബ്ദം ഉള്ളത് കൊണ്ട്, ഫാമിലി പ്രോബ്ലം അതൊക്കെ ഉള്ളത് കൊണ്ട് അവൻ മെല്ലെ ബാക്ക് വലിഞ്ഞു. അപ്പോൾ എനിക്ക് വേറൊരാളെ ചൂസ് ചെയ്യേണ്ട വന്നു. അപ്പോൾ എനിക്ക് അവനെ പരിചയമൊന്നുമില്ല, വേറെ അടുത്ത് ഇൻസ്റ്റാഗ്രാം വഴി എന്നോട് കൂട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അർജൻറ്റായിട്ട് ഒരാൾ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നീ വന്നോടാ പറഞ്ഞിട്ട് അങ്ങനെ അവനെ കൂട്ടി. അപ്പോൾ നമ്മൾ കർണാടക എത്തിയ സമയത്ത് അവന് ചെറിയൊരു വയറുവേദന വന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു കിഡ്നി സ്റ്റോൺ ആണ്, പെട്ടെന്ന് നാട്ടിലെത്തിക്കണം, അങ്ങനെ ഇങ്ങനെയാണ്. ഞാൻ ആദ്യം ഫുഡ് പോയിസൺ ആണെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്കും ടെൻഷനായി, കാരണം ഓനൊറ്റ മോനാണ്. എൻ്റെ കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാം, എൻ്റെ കൂടെ വരുന്നവരുടെ കാര്യത്തിൽ എനിക്ക് ഒരിക്കലും റിസ്ക് എടുക്കാൻ പറ്റില്ല. അല്ലല്ല, അവർ നോർമൽ സൈക്കിളാണ്. അവരാണ് എൻ്റെ ലഗേജ് അവരാണ് ക്യാരി ചെയ്യുന്നത്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ അവരുള്ളത് കൊണ്ടാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയത്. ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചാൽ എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റില്ല. പിന്നെ നമ്മളെ ഇനിയിപ്പോൾ ഈ റൈഡിലായാലും സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചറായി കഴിഞ്ഞാൽ മുമ്പിൽ ടയർ പിടിക്കുക, അങ്ങനെ കുറേ ഭാഗ്യങ്ങൾ ഞാൻ എപ്പം ചെയ്ത നല്ല കാര്യമാണെന്ന് അറിയില്ല, എല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് പഠിച്ചത്? ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ്, ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കോയമ്പത്തൂരും ജോലി ചെയ്തു. പിന്നെ കോഴിക്കോട്, അങ്ങനെ കുറേ സ്ഥലത്ത്. അപ്പോൾ അതിൽ നിന്നൊക്കെ സേവിങ്സ് ഉണ്ടായിരുന്നോ? സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിലുള്ള ആരടുത്തും ഞാൻ കുറേ ആൾക്കാരുണ്ടാവും, പക്ഷേ എൻ്റെ ചങ്ങായിമാരടുത്തോ എന്തെങ്കിലും സേവ് ചെയ്ത് വെക്കാൻ മാത്രം നമ്മൾ ഒന്നും ഉണ്ടാക്കിയില്ല. കാരണം ഈ ട്രാവൽ ചെയ്യുമ്പോഴേ എങ്ങനെ ഈ എക്സ്പെൻസ് എല്ലാം, ഒരു 1 day എക്സ്പെൻസ് എത്ര ആയിരിക്കും നിങ്ങൾക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോൾ? 1 day നമുക്കൊരു 1500 മുകളിലാവും. പക്ഷെ ഞാനത് എനിക്ക് സെയിം ക്വസ്റ്റ്യനാണ് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നത്. ഒരു 2000 രൂപ കൊണ്ട് ഞാൻ കന്യാകുമാരിയിൽ നിന്ന് ഓൾ ഇന്ത്യ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ്. ഇപ്പം ഞാൻ മുംബൈയിലെത്തി നിന്ന് എന്നെ സഹായിക്കാൻ എൻ്റെ കുറേ ചങ്ങായിമാരുണ്ടായിട്ടുണ്ട്, ഫാമിലി, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിട്ടുണ്ട്. പക്ഷേ എത്ര തന്നെ എൻ്റെ ഫാമിലി സഹായിച്ചാലും എൻ്റെ ചങ്ങായിമാർ സഹായിച്ചാലും അവർക്കൊക്കെ എന്നെ സഹായിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ ഇവിടെ വരെ എത്തുന്ന ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. ഇപ്പോൾ ഞാനൊരു സ്വപ്നത്തിൽ നിൽക്കുന്നൊരു ഫീലാണ് എനിക്ക്. എന്നെ കുറേ ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ചെറിയൊരു ബാക്ക് സപ്പോർട്ടിന് സ്പോൺസേഴ്സിനെ കിട്ടിയിട്ടുണ്ട് ചെറിയ. അപ്പം അതും ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ കുറേ ആൾക്കാർക്ക്, ഞാൻ ഏകദേശം ഒരു 40ഓളം കമ്പനികൾക്ക് മെയിൽ അയച്ചിട്ട് ഒരു കമ്പനി പോലും എനിക്ക് നല്ലൊരു റിപ്ലൈ തന്നില്ല കേരളത്തിൽ നിന്ന്. കുറ്റം പറയുന്നതല്ല, അന്നേരം എനിക്ക് അവർക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്.
കാരണം മംഗലാപുരത്ത് എത്തിയ സമയത്താണ് എനിക്കൊരു ബാക്ക് സപ്പോർട്ടിന് ഒരു ടീമിനെ കിട്ടിയത്, സ്പോൺസറിന് കിട്ടി. ജാക്കും പിന്നെ MS എന്നുണ്ട് സ്പോർട്സ് വയേഴ്സ്. പിന്നെ എൻ്റെ ടീമൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ റൈഡിൽ. ഈ 1500 രൂപ അത്രയും വരും, 1500. അതൊരു നോർമൽ റേറ്റ് ആണ്. അതായത് മൂന്നാൾക്കാർക്കും കൂടി ഒരാൾക്കുള്ളതല്ല. ഓ, 3 പേർക്കും കൂടെ. അപ്പൊ ഫുഡ് എല്ലാം കൂടെ എല്ലാം ഫുഡ് നമ്മൾ റൂം എടുക്കുകയില്ല, നമ്മള് ടെന്റാണ്. ഇതുവരെ ഞാൻ റൂം എടുത്തില്ല. ആരെങ്കിലും ഓഫർ ചെയ്ത് തന്നാൽ റൂമിൽ കിടക്കും, അല്ലെങ്കിൽ നമ്മള് ടെന്റ് അടിക്കും. അങ്ങനെ ഏകദേശം ഇപ്പം ഞാൻ ഇവിടെ നാട്ടിലെത്തി 7-8 ദിവസമായി. 7-8 ദിവസം ഞാൻ ഉറങ്ങി തീർക്കുകയായിരുന്നു. എൻ്റെ അത്രയും ഉറക്കം ബാക്കിയുണ്ട്. കാരണം നമ്മൾക്ക് ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടൂല. പിന്നെ ഇപ്പം ഭയങ്കര ചൂടാണ്, കൊതുക് കടി, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ടെന്റിലൊക്കെ കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പം എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കിടന്ന് ശീലമായിട്ട് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അതാ കുഴപ്പം. അപ്പൊ ജോലി ചെയ്ത് സേവിങ്സ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ സൈക്കിൾ എടുത്തതും ഈ ട്രാവൽ ചെയ്യുന്ന എല്ലാം വീട്ടുകാരുടെ സപ്പോർട്ടിലായിരുന്നു? അല്ല, അങ്ങനെയല്ല. ഞാൻ ഒരിക്കലും എന്താ പറയാ, എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ അത് വെച്ചിട്ട് അവരെ സാധനങ്ങൾ വിറ്റിട്ടല്ല കേട്ടോ മറ്റേത് പറയുന്നത്. ഞാനെങ്ങനെ വെച്ചാൽ ഞാൻ തന്നെ പണിയെടുത്ത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ സാധനമായാലും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏകദേശം 6-ാം ക്ലാസ് തൊട്ട് ഞാൻ പണിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബസ് കഴുകും. അന്നൊരു ദിവസം 3 ബസ്സൊക്കെ കഴുകും. 450 റുപ്യാണ് അന്നേരം എൻ്റെ കയ്യുമ്പോൾ കിട്ടുക. ഞാൻ അന്നേരം വീട്ടിലേക്ക് കൊടുക്കും. പിന്നെ എൻ്റെ കാര്യങ്ങൾ എനിക്കെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വെച്ചാൽ ഓവർ ക്രേസ് ഉള്ളത് എനിക്ക് ഡ്രസ്സിനോടോ അല്ലെങ്കിൽ ഷൂവിനോടോ അങ്ങനത്തേനോടൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല. എനിക്ക് ആകെ വെച്ചാൽ വണ്ടി വാങ്ങണം, അങ്ങനത്തേനോട് വണ്ടിയോട് ഭയങ്കര ക്രേസാണ്. എൻ്റെ ഡ്രീം കാറൊക്കെ എൻ്റെ ഏട്ടൻ എനിക്ക് വാങ്ങാൻ പറ്റില്ലെങ്കിൽ എൻ്റെ ഏട്ടൻ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലൊരു കോണ്ടസ കാറുണ്ട്, പഴയ 1991 മോഡല്. പിന്നെ ഒരു SSIT ഉണ്ട്, എൻ്റെ ഏട്ടൻ വാങ്ങിയതാണ്. എൻ്റെ ആകെയുള്ള എൻ്റെ സ്വന്തം എന്ന് പറയാൻ ഒരു അപ്പാച്ച ഉണ്ട് ബൈക്ക്. പിന്നെ ഒരു എക്സൽ കുബേര സിനിമയിൽ ദിലീപ് എടുക്കുന്ന ഒരു വണ്ടിയായിട്ടില്ല, സൈക്കിളും ബൈക്കും, അതുണ്ട്. അത് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയിട്ട് ഏകദേശം 4 മാസത്തോളം കോയമ്പത്തൂർ പണിയെടുത്ത് പറഞ്ഞില്ലേ, അതിൽ1 മാസത്തോളം അവിടെ പോയിട്ട് ആ വണ്ടീൻ്റെ പണി മൊത്തം പഠിച്ചിട്ടാണ് ഞാൻ ആ വണ്ടി എടുത്തിട്ട് വന്നത്. ആ വണ്ടി അങ്ങനത്തെ ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പം അത് വെച്ചിട്ടാണ് അപ്പോൾ സേവിങ്സ് എന്ന് പറയാൻ ഒന്നുമില്ല എൻ്റെ കയ്യിലൊരു ഒന്നും. ഞാൻ ഇതുവരെ എൻ്റെ വെച്ചാൽ ഇപ്പം 2000 കിട്ടിയില്ലെങ്കിൽ 5000 ഒക്കെ ചിലവാകും. അങ്ങനത്തെ ഒരു ടെൻഷനാണ്. ഉള്ളപ്പം അടിച്ചു പൊളിച്ചു നോക്കും, ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ഒന്നും ഇല്ലാത്ത പോലെ എടുക്കും. കാരണം ഞാൻ ചോദിച്ചത് ഈ ഒരു ഏജിൽ പൊതുവെ പറയുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സേവിങ്സ് വേണം, നീ ഇങ്ങനെ കളിച്ച് അടക്കാമോ എന്ന ചോദ്യം, ആ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ചോദ്യമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ വീട്ടുകാരൊക്കെ പറയും ഇങ്ങനെ ആയാൽ മതിയാ, നിനക്കൊന്ന് സെറ്റിൽ ആവണ്ടേ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് വെച്ചാൽ ഇതെന്റെ ലാസ്റ്റ് പോയിന്റാണ്. ഇത് കഴിഞ്ഞാൽ അവർ പറയുന്ന പണിയെടുത്ത് അവർ പറയുന്ന പോലെ ഞാൻ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പൊ ഇതെന്റെ ഡു ഓർ ഡൈ. ചിലപ്പം ഇതിൽ നിന്ന് ഞാൻ ഓൾ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ രക്ഷപ്പെടാം. ഈ റൈഡ് കഴിഞ്ഞകൂടെ ചിലപ്പോൾ എനിക്ക് ഏതെങ്കിലും കമ്പനി ഓഫർ ചെയ്യാം ജോബ്, അല്ലെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലും തരത്തിൽ എനിക്ക് കഴിച്ചിലാകാം ലൈഫിൽ നിന്ന്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ഞാൻ ഒന്നുമില്ലാണ്ട് തിരിച്ചു വരേണ്ടി വരും. എന്തായാലും അവർ പറയുന്ന പണിയായിരിക്കും ഇനി അങ്ങോട്ടേക്ക് ഞാൻ എടുക്കാം ഇത് കഴിഞ്ഞാൽ. ഞാൻ സനീതിനോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അതായത് നമ്മളിപ്പോൾ സനീത് പറഞ്ഞാൽ എനിക്ക് സേവിങ്സ് ഇല്ല, എനിക്ക് എക്സ്പെൻസ്, പക്ഷേ എൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് അല്ലേ. സനീതിൻ്റെ വ്യൂ ഓഫ് പോയിന്റിൽ ഒരു വ്യക്തിയുടെ, ഒരു പേഴ്സൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ വ്യൂ ഓഫ് പോയിന്റിൽ എനിക്കെന്താ പറയാനല്ലേ? ശരിക്കും ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, എനിക്ക് പൈസക്ക് അങ്ങനെ വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്ത ഒരാളാണ്. അതിന് ആവശ്യമുണ്ട്, പൈസ ആണ് ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷനിൽ പൈസയാണ് നമുക്കെല്ലാം വേണ്ടത്. പൈസ ഇല്ലാണ്ട് നമുക്ക് ഒരാളുടെ മുമ്പിൽ പൈസ ഉണ്ടെങ്കിൽ റെസ്പെക്റ്റ് വരെ കിട്ടും ഇപ്പം. പക്ഷേ എനിക്ക് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്നായാലും പൈസ നമുക്ക് പിന്നെ ഉണ്ടാക്കാം, ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എത്രയോ ബന്ധങ്ങൾ പോയിട്ടുള്ള അറിവാനൊക്കെ ഉണ്ട് ഈ പൈസേൻ്റെ പേരിൽ. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രായത്തിൽ, ഇപ്പം എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് ഈ സംഭവം എൻ്റെ ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റൂ. ഇപ്പം ഞാൻ പൈസ ഉണ്ടാക്കാൻ നിന്നിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് ഇറങ്ങിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? ഇല്ല, ഒരിക്കലും പോസിബിൾ അല്ല. കാരണം അന്നേരം എൻ്റെ ബോഡി ഹെൽത്ത് ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പം നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം ചെയ്തു തീർത്തിട്ട് പൈസ നമുക്ക് ഉണ്ടാക്കാൻ പല ഓപ്ഷൻസും ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഇറങ്ങി തിരിച്ചു എനിക്ക് എന്തും ഉണ്ടാക്കാം. അതാണ് എൻ്റെ ഒരു മൈൻഡ്. ഇപ്പം ഞാനിപ്പോൾ പൈസ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഇറങ്ങി തിരിക്കലാണെങ്കിൽ എനിക്കൊരു ദിവസം എങ്ങനെയും ഇത്ര പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ധാരണയുണ്ട്. എന്ത് പണി എടുക്കാനുള്ള എനിക്കൊരു മടിയില്ല എന്ത് പണിയെടുക്കാനോ. ഇപ്പം എൻ്റെ വീട്ടുകാരെ സമാധാനിപ്പിക്കാൻ അവർക്കിപ്പം ഞാനിപ്പോൾ ഇത്ര പൈസ കൊടുക്കണമെന്ന് ഞാനൊരു ഡീലിലാണെങ്കിൽ ഞാൻ എല്ലാ പണിയും കൊടുത്ത് ഞാൻ ആ ഒരു പൈസ ഞാൻ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. പൈസ നമുക്ക് എപ്പോഴായാലും ഉണ്ടാക്കാം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഈ പറയുന്ന പോലെ ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഇൻഷുറൻസ്, അങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് അതുമല്ല, അതാണ് എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം. ഞാൻ ഇൻഷുറൻസ് എടുക്കാത്തത് കാരണം എൻ്റെ ഒരു മൈൻഡ് വെച്ചാൽ അവരൊക്കെ പറയുന്നത് കാരണം എനിക്കെന്ത് പറ്റിക്കഴിഞ്ഞാൽ
അവർക്ക് ഒന്നുമില്ലെങ്കിൽ അവരും കൂടി ഹാപ്പി ആയിരിക്കണം. കാരണം ഞാൻ പോയി എന്നിട്ട് ഇപ്പം കിടപ്പിലായി കഴിഞ്ഞാൽ എന്നെ നോക്കാൻ വേണ്ടി മാത്രം അവർ കുറേ പൈസ എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നോക്കണം ഇൻഷുറൻസ്. ഇതുവരെ ഇല്ല. കാരണം ഞാൻ ചിന്തിക്കുക വെച്ച് കഴിഞ്ഞാൽ ഒരു 2000 കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസം കൂടുതൽ എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിച്ച് പോവുക. അപ്പം ആ ഒരു മൈൻഡിലാണ് ഞാൻ ചിന്തിക്കുക. അപ്പോൾ ഈ ഇൻഷുറൻസിന് പൈസ കൊടുത്തിട്ട് വെറുതെ എന്തിനാ ആ ഒരു എങ്ങനെ ഇതാക്കുന്നുള്ള ഇതാണ്. ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നത് നല്ലതാണോ? നല്ലതാണ്, ശരിക്കും നല്ലതാണ്. ഇങ്ങനെ റൈഡൊക്കെ ചെയ്യുന്ന ആൾക്ക് ഇൻഷുറൻസ് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ എന്തുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല വെച്ചാൽ എൻ്റെ കയ്യിൽ അതിനുള്ളൊരു സേവിങ്സ് വന്നിട്ടില്ല. ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കാനുള്ളൊരു ഇതായില്ല. ഞാനത് ആകുന്ന സമയത്ത് എന്തായാലും ഞാൻ എടുക്കും. എൻ്റെ കൂടെയുള്ളവനിക്കും ഞാൻ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. കാരണം ഒരിക്കലും എൻ്റെ മാത്രം റിസ്ക് അല്ല, അവനും കൂടി റിസ്ക് വരുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഹെൽത്തിനും ഞാൻ ഉത്തരവാദിയാണ്. ഈ ട്രാവൽ ചെയ്ത സമയത്ത്, ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫാമിലി സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഫാമിലി സപ്പോർട്ട് ഇപ്പോഴും എനിക്കില്ല. ഇല്ല, എനിക്കിപ്പോഴും എന്നെ ഒരു സ്റ്റണ്ട് എന്നുള്ള ബേസിലാണ് എനിക്ക് സപ്പോർട്ടുണ്ട്. ഞാനൊരു സ്റ്റണ്ട് ഷോന് പോകുന്നതിനൊക്കെ സപ്പോർട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു റൈഡിന് എനിക്ക് സപ്പോർട്ടില്ല. എൻ്റെ ബ്രദർ ഏകദേശം 3 പ്രാവശ്യം ലഡാക്ക് അടിച്ചതാണ്. കണ്ണൂർ തൊട്ട് ലഡാക്ക് വരെ 3 പ്രാവശ്യം ബൈക്കിൽ പോയതാണ്. അപ്പോൾ ട്രാവൽ ചെയ്യുന്നതിനോട് എൻ്റെ വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്താ പറയുക അവർക്കൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനിങ്ങനെ ഒറ്റ ടയറിൽ പോകുന്നതാണ് എൻ്റെ ഉമ്മാക്കുള്ള പ്രശ്നം. എൻ്റെ ഉമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ നീ 2 ടയറും വെച്ച് നീ എവിടെയും പോയിക്കോ, നീ ഒറ്റ ടയറിൽ നീ പോകണ്ട, എന്തിനാ അങ്ങനെ പോകുന്നത്, അതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ എനിക്ക് പോലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഉദ്ദേശം എന്താണ്, ഞാൻ എന്തിനാ അങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ ഡിസൈഡ്, ഒരു യൂണിക്നെസ് കൊണ്ടുവരാൻ വേണ്ടിയാണോ? അല്ല, അതുകൊണ്ട്. പക്ഷേ ഞാനത് ചിന്തിച്ചെന്താ വെച്ചാൽ ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് മറ്റേ ഓരോ ഹർത്താലിൻ്റെ സമയത്ത് നമ്മൾ ഹൈവേയിലേക്ക് ഇറങ്ങും. ഇന്നലാണ് നമ്മൾ ഹൈവേന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഹർത്താലിൻ്റെ സമയത്ത് നമ്മൾ ഹൈവേയിലേക്ക് ഇറങ്ങുമ്പോൾ 1 കിലോമീറ്ററൊക്കെ എനിക്ക് ഫ്രണ്ട് ടയറിലാണ്ട് ഓടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ ആ കോയമ്പത്തൂർ പോയിരുന്ന സമയത്ത് ഇങ്ങനെ മെല്ലെ മെല്ലെ ബ്രേക്ക് എടുത്ത് പോവുക, തിരക്കൊന്നുമില്ലല്ലോ. ഞാനിപ്പം ചെയ്യുന്ന എൻ്റെ ഒരു ഡ്രീമാണ്. എനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാനിങ്ങനെ അതാണ് അങ്ങനെ അപ്പോൾ ആവുന്നവരെ പോവുക, എത്ര വരെ എന്നാൽ ആവുന്നില്ലാണ്ടെങ്കിൽ തിരിച്ചു വരാം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് ഇറങ്ങി തിരിച്ച് നോക്കാം. ആരും ചെയ്തിട്ടില്ല ഇതിനു മുമ്പ്, ഫസ്റ്റ് ട്രൈ ആണ്. ചിലപ്പം സക്സസ് ആവാം, ചിലപ്പം ഫെയിൽ ആവാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഈ പറഞ്ഞല്ലോ, എനിക്ക് 2000 രൂപ ചിലവിൻ്റെ സ്ഥാനത്ത് 5000 രൂപ ചിലവാക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ ട്രാവൽ ചെയ്തുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചോ, പോകുന്ന വഴിക്ക് എനിക്ക് കുറച്ച് പൈസ ഇങ്ങനെ കിട്ടുക, മറ്റേ ലോട്ടറി അടിച്ച് കിട്ടുന്നതൊക്കെ പോലെ കളഞ്ഞു കിട്ടുമെന്ന് വിചാരിച്ചോ, എന്ത് ചെയ്യാ? പൈസ കളഞ്ഞു കിട്ടുന്ന പൈസയാണെങ്കിൽ ഞാൻ എടുക്കൂല. അതൊരിക്കലും എനിക്ക് കളഞ്ഞു കിട്ടുന്ന സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്കിപ്പം ഈ റൈഡിൽ ഞാൻ പണ്ട് ബൈക്ക് എടുത്ത് വരുന്ന സമയത്ത് ഒരു ടാബ്, അൺലോക്ക് ആയിട്ടുള്ള ടാബ് എനിക്ക് വീണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഏകദേശം 10-50 റുപ്യ അടുപ്പിച്ചിട്ടുണ്ട്, സാംസങ്ങിൻ്റെ ടാബ്. ഞാനത് അടുത്തുള്ള സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നത്. നമുക്ക് അർഹതപ്പെട്ടതേ ഞാൻ എടുക്കും. അതായത് അറിഞ്ഞു തരുന്നതും ഇപ്പോൾ ഒരാൾ എനിക്ക് തന്നതാണെങ്കിൽ ഞാനത് സ്വീകരിക്കും. അല്ലാതെ വീണ് കിട്ടുന്ന വിഷയമൊന്നും ഞാൻ ഒരിക്കലും എടുക്കുന്നില്ല. അപ്പം ഒരാൾ അറിഞ്ഞു തരുവാണെങ്കിൽ എന്ത് ചെയ്യാ പൈസ കൊണ്ട്? ഞാൻ കുറെ വേണ്ടാന്ന് പറഞ്ഞ് നിർബന്ധിക്കും, എന്നിട്ട് അവർ വാങ്ങണം. ചില ആൾക്കാർക്ക് നമുക്ക് എന്ത് തന്നാലേ സന്തോഷം ഉണ്ടാവും, അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. ഈ സ്പോൺസേഴ്സ് ഒക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ വരുന്നത്. അല്ല, അതില് സ്പോൺസേഴ്സിൽ 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഓൻ രക്ഷപ്പെട്ടോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ തരുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ ഒരാളെ മുമ്പിൽ നമ്മൾ മണ്ടറാന്ന് വെച്ചിട്ട് നമ്മളെ പൊട്ടനാക്കാൻ വെച്ചിട്ടാണ്, അല്ല പൊട്ടനാക്കാൻ എളുപ്പമാണെന്ന് വെച്ചിട്ടാണ് അവരൊക്കെ നമ്മളെ പൊട്ടനാക്കാൻ നോക്കുക. പക്ഷെ നമ്മൾ വിചാരിക്കാൻ നമ്മളായിരിക്കും പൊട്ടനാക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ എന്താ പറയുക, എന്നെ പൊട്ടനാക്കാൻ കുറേ ആൾ നോക്കിനെ, അപ്പം ഞാൻ നിന്ന് കൊടുക്കുന്നതാണ് ശരിക്കും പൊട്ടനായിക്കോട്ടെ വെച്ചിട്ട്. ആയിക്കോ അല്ല, നമ്മളങ്ങനെ ഒഴിവാക്കിയിടും. അതായത് അവരെ ആക്കുന്നതേ ആക്കട്ടെ. അവർ വിചാരം നമുക്കൊന്നും തിരിയുന്നില്ല, നമ്മളങ്ങനെയാണ്, ആ ഒരു മൈൻഡിൽ അവരെടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാൾ അർഹതപ്പെട്ട ഇങ്ങനെ തരുവാണെങ്കിൽ എന്ത് ചെയ്യുക പൈസ? ഞാൻ ആദ്യം അത് എൻ്റെ ഈ റൈഡിൽ തന്നെ എടുക്കുക. ഞാനത് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് ഞാൻ ഒന്നും എടുത്തില്ല. എൻ്റെ ഈ റൈഡിൽ ഞാനത് എത്ര കിട്ടിയാലും ഞാനത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് എനിക്ക് മുമ്പോട്ട് പോകണം. ഇനി ഒരു 2 മാസത്തോളം ഇതാക്കാനുണ്ട്. അപ്പോൾ അതിലിനി ഇപ്പം നിലവിൽ എൻ്റെ സൈക്കിളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഓടുന്ന സൈക്കിളാണ്. ഇപ്പം എൻ്റെ സ്ഥാനത്ത് വേറൊരു റൈഡർ ആണെങ്കിൽ എനിക്കൊരു 2 മാസം കൊണ്ട് അല്ലെങ്കിൽ 3 മാസം കൊണ്ട് ഈ റൈഡ് കംപ്ലീറ്റ് ആക്കാം. കാരണം ഓ യൂസ് ചെയ്യുന്ന സൈക്കിൾ അത്രയും നല്ല സൈക്കിളായിരിക്കും, നല്ല പൈസയുടെ സൈക്കിളായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ബ്രദർ ഒഴിവാക്കിയ സൈക്കിൾ മൂലക്കെട്ട് എടുക്കുന്നത് ഞാനത് തിരിച്ച് റീസ്റ്റോർ ചെയ്ത് എടുത്തിട്ട് അങ്ങനെ എടുക്കുന്ന സൈക്കിളാണ്. പിന്നെ എൻ്റെ കൂടെ വരുന്ന സൈക്കിളിന് ഗിയർ വരെയില്ല, നോർമൽ സൈക്കിളാണ് ഓൻ എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് റൈഡ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഒന്നും ചിന്തിക്കണ്ട. നല്ലൊരു ബ്രേക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ബ്രേക്ക് വി ബ്രേക്ക്, അതായത് പണ്ടേ ഉള്ള ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ എല്ലാ സ്റ്റണ്ടേഴ്സും യൂസ് ചെയ്യുന്നത് ഹൈഡ്രോളിക് ബ്രേക്കാണ്. അത് കുറച്ചും കൂടി കംഫർട്ടായിരിക്കും നമുക്ക് പോകാൻ. പക്ഷെ ഞാൻ അതിൽ ശീലമായതുകൊണ്ട് പിന്നെ എനിക്ക് ഒരു കമ്പനി ഓഫർ ചെയ്തായിരുന്നു സൈക്കിള്, പുതിയ സൈക്കിൾ ഓഫർ ചെയ്തു. പക്ഷേ എനിക്ക് വെച്ചാൽ എൻ്റെ ഒരു സാധനത്തിനോട് അറ്റാച്ച്മെൻ്റ് ആയി കഴിഞ്ഞാൽ എനിക്കതൊരിക്കലും
വിട്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇതിൽ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതന്നെ ചൂസ് ചെയ്തു സൈക്കിൾ. ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ് ഏതാ? ഇപ്പം ഇതുവരെ രണ്ട് കാര്യമുണ്ട്. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾ കേരള റൈഡ് അടിച്ച സമയത്ത് ഞാനൊന്ന് കോഴിക്കോട് എത്തിയപ്പം ഫസ്റ്റ് ഒരു ഉമ്മ ഓട്ടോറിക്ഷയിൽ പോന്നു. അപ്പോൾ എന്നെ കണ്ട് കൈനെ കൊണ്ട് ഇങ്ങനെ കാണിച്ച് ഞാൻ വെച്ച് ഓട്ടോറിക്ഷക്കാരൻ ചീത്ത വിളിച്ചതാണ്. നമുക്കറിയില്ല, കാരണം അധികം ആൾക്കാർ ചീത്ത വിളിക്കില്ല, ഞാൻ അത്രേ കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്നോട് വാടാന്നിട്ട് ഇങ്ങനെ വിളിച്ച്. അപ്പോൾ ഞാൻ എന്താ സംഭവം, ഞാൻ രണ്ട് ചീത്ത പറയാനുള്ള ഒരു രീതിയിൽ ഇങ്ങനെ പോയതാ. ഇന്ന് ഇവൻ്റെ പ്രശ്നം എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അങ്ങോട്ടേക്ക് എടുത്ത് പോകുമ്പോൾ എന്നോട് പറഞ്ഞ് ഇതാ മോനെ ഇത് പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു 100 രൂപ എൻ്റെ ചെയ്താണ്. ഞാൻ വേണ്ട ഞാൻ കുറേ പറഞ്ഞു. എന്നിട്ട് ആ ഉമ്മ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നിൻ്റെ ഉമ്മ തരുന്ന നീ വാങ്ങണം. അപ്പോൾ എനിക്കത് വാങ്ങിയേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ആ പൈസ ഞാൻ വാങ്ങി എൻ്റെ ബാഗിലിട്ട്. അതേപോലെ ഞാൻ ഇവിടെ ഏകദേശം മലപ്പുറം ബോർഡർ എത്തി, കോഴിക്കോട് മലപ്പുറം ബോർഡർ, അവിടെ ഒരു വൃദ്ധസദനമുണ്ട്. ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ കുറച്ച് അമ്മമാരിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ കണ്ടേരം എനിക്ക് അവിടെ കയറണം തോന്നി. ഞാൻ അവരൊപ്പം ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്തു. പാട്ടൊക്കെ പാടി എൻ്റെ കഴിവെല്ലാം ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്ത്. അവർക്ക് ഭയങ്കര അത്യാവശ്യം എന്നെ കൊണ്ടാകുന്ന ഇതിൽ ഞാൻ അവരെ സന്തോഷിപ്പിച്ചു. അപ്പോൾ അവിടുന്ന് വരുന്ന സമയത്ത് അവിടെയുള്ള ഒരു അമ്മ എനിക്കൊരു സെയിം പോലെ 100 രൂപ എന്നിട്ട് പറഞ്ഞ് ഇതിൻ്റെ ഉമ്മ തരുന്നതാണ്, നീ വാങ്ങണം. ഞാൻ അയ്യോ വേണ്ട അവർക്കെല്ലാം ഇവിടുന്ന പൈസ ഉണ്ട്, നമുക്ക് ചിന്തിച്ചൂടെ, വാങ്ങണം, ഇത് വാങ്ങിയില്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വാങ്ങി. ഈ 2 പൈസയും ഇപ്പം എൻ്റെ വീട്ടിൽ ഫ്രെയിം ചെയ്തിട്ട് എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ എൻ്റെ ഇപ്പോൾ പൈസ ഇല്ലാത്ത അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട് ഈ റൈഡിൻ്റെ ഇടയ്ക്ക്. ഞാൻ അത്രയും ലോക്കായ സമയത്ത് പോലും ഞാൻ ആ 2 പൈസ ഞാൻ അവിടെ നിന്ന് എടുത്തില്ല. എൻ്റെ കൈമേൽ ഞാൻ ഇപ്പം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നമ്മളെ ആൾക്കാർ അറിയുന്നത് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നതാണ്. കേരളത്തിന് പുറത്തൊരാൾ എൻ്റെ പേര് വിളിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും നമുക്കൊരു ഭയങ്കര ഫീൽ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ കർണാടകയിലെ ഒരു ലോക്കൽ ഏരിയയിലേക്ക് കൂടി ഇങ്ങനെ പോകുമ്പം സനീതി എന്നൊരു വിളി കേട്ട് അതൊരു ഭയങ്കര ഫീലാണ്. അതാ പറഞ്ഞത്, ചില സമയത്ത് നമുക്ക് കുഞ്ഞു കാര്യങ്ങൾ ആ അമ്മമാരത് തന്നപ്പോൾ ഭയങ്കര ഇമോഷണലി അത് ഭയങ്കരമായിട്ട് മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അതേപോലെ എപ്പോഴെങ്കിലും നമുക്ക് ഹേർട്ട് ആവുന്ന എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഹേർട്ടാവുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പം ചീത്ത വിളി എൻ്റെ ഇപ്പം സിമ്പിളായിട്ട് പറയാം, പക്ഷെ ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. പക്ഷെ എനിക്കത് കാര്യമില്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് അത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. എനിക്ക് വരുന്ന കമൻസ് ആയാലും അതായത് ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു ഇതാണ്. ഒരിക്കലും ഞാനൊരു ആണ് പെണ്ണെന്നുള്ള വേദരൂപ പറയുന്നതല്ല, പക്ഷെ സമൂഹം ഇപ്പം അങ്ങനെയാണ് നിലവിൽ. കുറച്ച് അമ്മാവന്മാർ, എല്ലാവരും അല്ല, കഴിവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറേ ഉണ്ട്. കഴിവിനെ സപ്പോർട്ട് അവർ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചില അമ്മാവന്മാരുണ്ട്, ആമ്പിള്ളർ ചെയ്ത് കഴിഞ്ഞാൽ കഴപ്പ്, തൊഴിലില്ലായ്മ, അധികം നിങ്ങൾ ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഏതെങ്കിലും ഒരു റീൽസൊക്കെ എടുത്ത് നോക്കിയാൽ അതിൻ്റെ താഴെയുണ്ടാവും തൊഴിലില്ലായ്മ രൂക്ഷം, കഴപ്പ്, ഭ്രാന്ത്. അതേ സ്ഥാനത്ത് ഒരു പെണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ആൾക്കാരനെ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ അകത്ത് വന്നിട്ട് ബ്രേവ് ഗേൾ, കേരള, അങ്ങനെ എന്നിട്ട് ഇപ്പം ഒരു റൈഡർ ഉണ്ടായിരുന്നു, ഒരു ഗേൾ റൈഡർ. അപ്പം കേരളത്തിൻ്റെ ശക്തി, ടാലൻറ്റഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മറ്റേ ഇടുന്ന ആൾക്കാരുണ്ട്. അത് ഒരു ചെയ്ത് കഴിഞ്ഞാൽ അത് കഴപ്പും ചില സമയത്തൊരു സെക്സ് ഡിസ്ക്രിമിനേഷൻ എന്തായാലും ഉണ്ട്. പക്ഷെ ഞാനൊരിക്കലും ഞാൻ ആണായാലും പെണ്ണായാലും ടാലൻറ്റ് ആര് ചെയ്താലും ഞാൻ അംഗീകരിക്കുന്നവനാണ്. കാരണം ടാലൻറ്റ് ഉള്ളവരാ. ഇപ്പം ഞാനൊരു സ്റ്റണ്ടറാണ്, എനിക്കൊരു വേണ്ട സപ്പോർട്ട് കിട്ടിയെങ്കിൽ ചിലപ്പം നമ്മൾ ഈ നിലവിൽ ഇന്ത്യയിലെ സിസ്റ്റത്തിൽ സ്റ്റണ്ടേഴ്സിന് സപ്പോർട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. അങ്ങനത്തെ ഒരു സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ട് കിട്ടില്ലാണ് നമ്മളൊക്കെ എവിടെയും എത്തിയിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു കമ്പനിയിലും കയറിയിട്ടുണ്ടാവും. അതുപോലെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. ഇത് ചില ആൾക്കാർ വന്ന് അവർക്ക് ഈ AC റൂമിൽ ഇരുന്ന് 2 കമൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ അവർ വിചാരോ ഇതൊന്നും അറിയില്ല. ആ കമൻറ്റ് ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റ് ചിലപ്പം നാളെ ഓൺ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യത്തിന് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പം എൻ്റെ കമൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഞാനിതൊരു ചിലപ്പോൾ ഇത് നല്ല സപ്പോർട്ട് കിട്ടിയാൽ വേൾഡ് ടൂർ അടിക്കണം എന്നുള്ള വിചാരിക്കും, ആ ഒരു മൈൻഡിൽ. പക്ഷേ ഈ കമൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കും എന്തിനാണ് ഞാൻ ചെയ്യേണ്ടത്, ഇങ്ങനെ കമൻറ്റല്ലേ വരുന്നത്, ആ ഒരു മൈൻഡിലേക്ക് വരും. ഞാനല്ലെങ്കിൽ വേറൊരുത്തൻ, എത്രയോ ആൾക്കാർ അങ്ങനെ ഡിപ്രഷനിലായിട്ടുള്ള ആൾക്കാരുണ്ടാവും കുറേ കമൻറ്റ് കാരണം. ഇവർ ഈ AC റൂമിൽ നിന്ന് നല്ല കമൻറ്റ് അടിച്ച് അങ്ങ് വിടും. അതാണ് ഇവരവസ്ഥ. ഓക്കെ, ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൂടെ കൊണ്ടുപോകുന്ന സാധനം എന്താ? കൂടെ കൊണ്ടുപോകുന്ന സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കീപ്പ് ചെയ്യുന്നത് ഇപ്പോഴും ഒരു സ്ലീപ്പിംഗ് ബാഗ്, ഒരു ടെൻറ്റ്. ഇത് രണ്ടാണ് നിലവിൽ എൻ്റെ കയ്യിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ റൈഡിൽ സ്റ്റാർട്ടിങ് തൊട്ടുള്ളത്. ബാക്കിയുള്ളത് ടൂൾസ് ഉണ്ട്. പിന്നെ ഇപ്പം ഉപ്പ്, പഞ്ചസാര, അങ്ങനെ കുറച്ച് എല്ലാം ഞാനിപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗേജ് ഓവറാണ്, പക്ഷേ
എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെ കൊണ്ടുപോകും. കുക്ക് ചെയ്യുവാണോ അതോ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കുകയാണോ? അത് ചില സമയങ്ങളിൽ ഞാൻ കുക്ക് ചെയ്യും. അത് തളർന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാനേ തോന്നും. കുക്ക് ചെയ്യാനുള്ള ഒരു മൂടൊന്നും കിട്ടില്ല. പിന്നെ എനിക്കധികം കുക്ക് ചെയ്ത് കഴിക്കണം എന്നാണ് ആഗ്രഹം. എൻ്റെ കൂടെയുള്ളവരെ ഇതും കൂടി ഞാൻ നോക്കണം. ചിലപ്പോൾ ഞാൻ കുക്ക് ചെയ്ത ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെടില്ല. ഈ ട്രാവലിൻ്റെ ടൈമിൽ എത്രത്തോളം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം. പക്ഷേ അതിൽ കുറേ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ കണ്ടതിനെ കാണാതെ പോലെ പോകും. അതിൽ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഐ മീൻ അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള? അത്യാവശ്യം എനിക്ക് പറ്റിയൊരു മണ്ടത്തരമുണ്ട്. പക്ഷെ മണ്ടത്തരമല്ല, അത് എൻ്റെ മൈൻഡ് അങ്ങനെ ആയിരുന്നു ആ സമയത്ത്. എൻ്റെ കൂടെയുള്ള ഒരുത്തൻ പോയി. ഞാൻ ഓൾ കേരള റൈഡ് ഫിനിഷ് ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ കണ്ണൂരെത്തിയ സമയത്ത് ഞാൻ അതുവരെ എല്ലാവരും കണ്ട്, ഞാൻ ഇതുവരെ ഒരാൾക്കൊരു ഞാനിങ്ങനെ ഒരു ഞാൻ എല്ലാവരും കണ്ട് ചിരിച്ചിട്ടേ സംസാരിക്കൂ. എല്ലാവരും ആ ഒരു മൈൻഡിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരുത്തൻ പോയി. അവനോടുള്ള പ്രഷറിൽ ഞാനിങ്ങനെ പ്രാന്ത് പിടിച്ച് നിൽക്കുക. അവൻ പോയത് അതുവരെ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവന് വീട്ടിൽ ചെറിയ പ്രശ്നമായിട്ട് സ്പീഡിൽ സൈക്കിളും കൊണ്ട് അങ്ങ് പോയി. അപ്പോൾ ഇവനോട് ദേഷ്യം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വൺ ഓഫ് ദ നമ്പർ 1 കേരള യൂട്യൂബർ അറിയോ, കേൽബ്രോ വിജു ഋത്തിക്, മൂപ്പരെ ഞാനും കണ്ട് പരിചയമില്ല. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഒരു വല്ലാത്ത മനുഷ്യനാണ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി മനുഷ്യൻ മൂപ്പരാ. ഞാൻ നോക്കുമ്പോൾ ഒരു ആൾട്ടോ കാറിൽ പട്ടച്ചെരുപ്പ്, ഏതോ റിയൽമിയുടെ ഫോണായിട്ടാണ്. മൂപ്പർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 10 ഐഫോണൊക്കെ വാങ്ങാം. അത്രയും നല്ല, ഇപ്പോൾ 40 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എങ്ങാനുണ്ട് മൂപ്പർക്ക്. എൻ്റെ വന്ന് ക്രോസ് ഇട്ടു. അപ്പോൾ ക്രോസ് ഇട്ട സമയത്ത് എനിക്ക് 6 മണിയാകുമ്പോഴത്തേക്ക് നാട്ടിലെത്തണം. മഴ പെയ്യും. 4:30-3 മണി ആയിരുന്നു ആ സമയം. അപ്പോൾ മൂപ്പർ എന്നോട് ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം ഞാൻ പ്രോപ്പർ ആൻസറൊക്കെ കൊടുത്ത് എല്ലായി, റിപ്ലൈ എല്ലാം കൊടുത്ത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പോകണം. അപ്പോൾ മൂപ്പർ എൻ്റെ നമ്പർ ചോദിച്ചു. എനിക്ക് ആ സമയത്ത് വേറൊരാളും കൂടി വന്നേരം ഞാനത് മറന്നുപോയി. എനിക്കത് ഓർമ്മയുണ്ടായില്ല, നമ്പർ ചോദിച്ചൊന്നും ഓർമ്മയുണ്ടായില്ല. അപ്പോൾ ആ നമ്പർ ചോദിച്ച സമയത്ത് ഓർ കൂടെയുള്ള ഒരാൾ ഒരു ഡയലോഗ് പറഞ്ഞു. ആ ഡയലോഗ് എൻ്റെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്ത് കറക്റ്റ്. നിനക്ക് ഇതാരാണ് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഞാൻ നമ്പർ ചോദിച്ച സമയത്ത് ഞാൻ അന്നേരം ഇപ്പോൾ തരാൻ വേണ്ടി ഞാൻ അങ്ങനെ മറന്നുപോയതാണ്. ഞാൻ നാട്ടിലെത്തി പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ എൻ്റെ അനിയൻ എന്നോട് ചോദിച്ചു, സനിത്ക്ക് അങ്ങനെ എല്ലാ യൂട്യൂബേഴ്സും കണ്ടല്ലോ, ഇയാൾ കണ്ടിട്ടില്ലേ, കണ്ണൂരുകാരനാണ്. ഞാൻ കണ്ണൂരുകാരനാണ്, ഇതാരാപ്പാ? ഇയാളാണ് ഇപ്പോൾ കേരളത്തിൻ്റെ നമ്പർ 1 യൂട്യൂബർ. എൻ്റെ അനിയൻ കാണിച്ചിട്ടുമാണ് ഞാൻ മൂപ്പരെ കാണുന്നത്. ഇങ്ങനെ ഒരു യൂട്യൂബർ ഉണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്ന് വെച്ചാൽ ഇപ്പം കേരളത്തിൽ നിലവിൽ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അവരെക്കാൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരും ഇതിലുള്ളത്. ഓരൊക്കെ വരുന്ന വണ്ടി എന്താ പറയുക, റിച്ച്, പോർഷെ അല്ലെങ്കിൽ ലംബോർഗിനി, ആ ഒരു കാറ്റഗറി പോകുമ്പോൾ മൂപ്പര് ഒരു ആൾട്ടോ കാർ എടുത്തിട്ട് പട്ടച്ചെരുപ്പ്. ഒരിക്കലും ഞാൻ പറയാ ഞാനൊരു യൂട്യൂബറാണ്, ഓരോ യൂട്യൂബറാണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാൻ ഓരോ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വ്യക്തിനെയും ഞാൻ റെസ്പെക്ട് ചെയ്തുകൊണ്ടേ സംസാരിക്കും. പക്ഷെ ചിലപ്പോൾ ഓർക്ക് ആ ഒരു നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഞാനക്ക് ഓരോ അറിയില്ല എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ ചിലപ്പം മേ ബി ഞാനത് ഇന്നലെ നമ്പർ കൊടുക്കാത്തോ ഓർക്കൊരു പ്രശ്നമായിട്ടുണ്ടാവാം. എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല, ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ അതാണ് എനിക്ക് പറ്റിയൊരു മണ്ടത്തരം. എല്ലാവരെയും മൈൻഡ് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല, കാരണം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്ത് പോകും. പക്ഷെ ഞാൻ എന്നിട്ടും നോർമലായിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്. എൻ്റെ കൂടുതലൊരുത്തം പോയ സമയത്ത് എനിക്ക് പെട്ടെന്ന് എത്തണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പോയി. ഓക്കെ. ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമല്ലേ? ഈ ടൈം എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്ത് എത്ര മണിക്ക് എൻഡ് ചെയ്യിപ്പിക്കും? ചില സമയങ്ങളിൽ നമ്മൾ 11 മണിയൊക്കെയല്ല സ്റ്റാർട്ട് ചെയ്യുക. അതെന്താ വെച്ചാൽ രാവിലെ. അതെന്താ നോർമലി നമ്മൾ 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യാറ്. അത് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഉറക്കം കിട്ടൂല. ഇത് റൂം എടുത്തിട്ട് ഉറങ്ങലാണ് നമുക്ക് നല്ല വൃത്തിക്ക് ഉറങ്ങാം. നമുക്കൊന്നും പേടിക്കണം, നമ്മളെ സൈക്കിൾ സേഫ് ആയിരിക്കും. എനിക്ക് പല ചെറിയൊരു ബാഡ് ഇതുണ്ടായിരുന്നു, സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടൂല. പിന്നെ എൻ്റെ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്ര ഉറക്കത്തായാലും ഇപ്പോൾ ഈ റൈഡ് ചെയ്യുന്ന സമയത്ത്, വീട്ടിലുള്ള സമയത്താണെങ്കിൽ എന്നെ ചിലപ്പം തച്ചടിച്ചാൽ പോലും ഞാൻ എണീക്കില്ല. എന്തെങ്കിലും ചെറിയൊരു ശബ്ദം കേട്ടാൽ ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീക്കും. അപ്പം എൻ്റെ മൈൻഡ് എപ്പം പുറത്ത് ഫോക്കസ് ആയിട്ടുണ്ടാവുക. അങ്ങനെ ഉറക്കം നഷ്ടപ്പെടുന്ന സമയത്ത് നല്ല ഉറക്കം കിട്ടുമ്പോൾ നമ്മളൊരു 11 മണി വരെല്ലാം ഉറങ്ങും. എന്നിട്ട് മെല്ലെ എണീച്ചങ്ങ് പോകും. പിന്നെ സാധാരണ ഉച്ചക്കൊക്കെ ബ്രേക്ക് എടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു ടാർഗറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് ബ്രേക്ക് എടുക്കുമല്ലോ, ഉച്ചക്കൊക്കെ ഓടിച്ചങ്ങ് പോകും. ഓക്കെ. ഈ കൂടെയുള്ള ഫ്രണ്ട്സ് ഈ 2 പേര് എത്രത്തോളമാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും അവരുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്.
എൻ്റെ കൂടെയുള്ള അതിലൊരുത്തം പോയി, അവന് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടാണ് താഹിർ. പിന്നെ ഇപ്പോൾ ഉള്ളത് അഭിഷേകവും പാലക്കാടുകാരനാണ്. അവനെ ഞാൻ മീറ്റ് ചെയ്തത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. അവർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം എന്താ പറയുക, ചില സ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ ലൈഫ് എനിക്കിപ്പം ബാക്കിയായി. കാരണം ഞാൻ രണ്ട് സൈഡും നോക്കിയിട്ട് വേണം പോകാൻ, ഇങ്ങനെ ഒരു ഹൈവേ ഒക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവർ രണ്ടാളും ഉണ്ടെങ്കിൽ എനിക്കത് ഒന്നും ചിന്തിക്കണ്ട, എനിക്ക് സെൻറ്ററിലേക്ക് കൂടി അങ്ങ് പോയാൽ മതി. ശരിക്കും എന്നെയും കാട്ടിയും ഞാൻ എൻ്റെ പോയിൻ്റ്, എനിക്കിത് സിമ്പിളാണ്. ഞാൻ ഈ പോകുന്നത് ഫ്രണ്ട് അല്ലാണ്ട് പോകാൻ പറയുന്നത് ഞാൻ പണ്ട് തൊട്ടേ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സിമ്പിളാണ്. ഞാൻ അവരെയാണ് റെസ്പെക്റ്റോടുകൂടി കാണുന്നത്. കാരണം അവർക്ക് ഇതിലൊന്നും കിട്ടാനില്ല, അവർക്ക് ഈ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ അതും എല്ലാം കാണാനൊന്നും പറ്റില്ല. ഞാൻ ആദ്യം അവരോട് കാര്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാ സ്ഥലങ്ങളും എന്നെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്യും. എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ മൊമെൻറ്റും നമ്മൾ എൻജോയ് ചെയ്തിട്ടേ പോകും. ഈ മുംബൈ വരെ ഇപ്പോൾ പോയെന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ, ഓൾ കേരള കഴിഞ്ഞ് നാട്ടിലെത്തി തിരികെ ഓൾ ഇന്ത്യക്കകത്ത് മുംബൈ വരെ പോയിട്ട് തിരിച്ചു വരുന്നു. ഈ തിരിച്ചു വരുന്ന ഈ മൊമെൻറ്റിൽ നാട്ടിലുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ എന്താ പറയുന്നത്? ഞാൻ ഒരിക്കലും എൻ്റെ നാട്ടുകാരെടുക്കുന്ന ഇങ്ങനെ ഒരു റെസ്പോൺസ് പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മൈൻഡിൽ നാട്ടുകാർ തന്നെ ഇപ്പം പൊട്ടിത്തെറിച്ചായിട്ട് കാണുന്നത് വെച്ചാൽ, പക്ഷെ ഇപ്പം എൻ്റെ നാട്ടുകാരായാലും വീട്ടുകാരായാലും ഒരു റെസ്പെക്റ്റ്, അതായത് എപ്പോഴെത്തിയ നീ, എന്താ നിർത്തിയോ, പോകുന്നില്ലേ, കംപ്ലീറ്റ് ആക്കാണ്ട് വരല്ലേ, എന്നെക്കാട്ടി ഇപ്പോൾ നാട്ടുകാർ എന്നെ വിശ്വസിക്കുന്നുണ്ട് എന്നെ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുള്ളത്. അതാണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അവർ ഞാൻ ഇപ്പം നമുക്കിപ്പം കുറ്റം പറയാൻ 100 പേരുണ്ടായാലും സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അതാണ് ഇപ്പോൾ നിലവിലുള്ള എൻ്റെ സിറ്റുവേഷൻ. എൻ്റെ നാട്ടുകാരിപ്പോൾ എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. വളരെയധികം ഹാപ്പി. എന്താണ് സാർ ഇതിൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഡ്രീം എന്ന് പറയുന്നത്? ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പ്രോപ്പറായിട്ടൊരു ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി നടക്കുക, അതാണ്. എന്ന് വെച്ചാൽ പിന്നെ മരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, മരിക്കുമ്പം ഒരാൾ പോലും മോശം പറയാൻ പാടില്ല. അതായത് നമ്മൾ ജീവിച്ചെന്നുള്ളതിന് എല്ലാവർക്കും ഒരു നെഗറ്റീവ്, ഞാൻ കാരണം ഒരാൾക്ക് ഒരു നെഗറ്റീവ് ഉണ്ടാകാൻ പാടില്ല. നല്ലൊരു മനുഷ്യനായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് മരിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പറ്റുമെന്നറിയില്ല. ഇതുവരെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ ഇതിനു മുമ്പ് കുറേ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഞാൻ എൻ്റെ അറിവിൽ ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ആൾക്കാരോടൊക്കെ സോറി പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരിനി എപ്പോഴെങ്കിലും മൈൻഡിൽ ഓർമ്മ കിട്ടലാണെങ്കിൽ അവരെ വിളിച്ച് സോറി പറയും. മരിക്കുന്ന സമയത്ത് നല്ല ഹാപ്പി ആയിട്ട് മരിക്കുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇനി പുതിയതായിട്ട് ഇതേപോലെ റൈഡിങ്ങിന് വരാനിരിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? അവർക്കൊരു ഇത് കൊടുക്കാൻ മാത്രമൊന്നും ഞാൻ ആയില്ല. എന്നാലും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരുടെ ചിന്താഗതിയിലും ഇങ്ങനെ സ്റ്റണ്ട് കളിക്കുന്ന ആൾക്കാരൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് കളിക്കുന്നതാണ്, അല്ലെങ്കിൽ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിക്കൊണ്ട് കളിക്കുന്നതാണ്. അപ്പോൾ അവർക്കെല്ലാം നമുക്ക് കാണിക്കാൻ പറ്റുന്നത് നമ്മളിതൊന്നല്ല, നമ്മളെ ഡ്രഗ്സ് ലഹരി എന്ന് പറയുന്നത് സ്റ്റണ്ട് റൈഡിങ് ആണ്. അങ്ങനെ കാണിക്കാൻ പറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടും പോവാം. എനിക്കൊരു പ്ലാനില്ലാത്ത മനുഷ്യനാണ് ഞാൻ. പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ് ആവും, അതെനിക്കറിയാം. പക്ഷേ പിന്നെ എന്തുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല വെച്ച് കഴിഞ്ഞാൽ അതിനെനിക്ക് ഉത്തരവില്ല. കാരണം ഞാൻ വിചാരിച്ച പോലെ ഒരു കാര്യം എൻ്റെ ലൈഫിൽ നടന്നിട്ടില്ല. പിന്നെ ഞാൻ ലൈഫിൽ എപ്പോഴും സെക്കൻഡ് വന്നോണം. അപ്പം എപ്പം നമ്മളെല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നവനെ സപ്പോർട്ട് ചെയ്യും, ആ ഒരു മൈൻഡിലാണ്. ഫസ്റ്റ് വന്നവനിക്ക് കയ്യടിയും, സെക്കൻഡ് വന്നവനെ എത്ര ട്രൈ ചെയ്തെന്ന് ആരും നോക്കില്ല. അപ്പോൾ ഞാൻ സെക്കൻഡ് വന്നവനാണ്. അപ്പോൾ ഇതിലെങ്കിലും എനിക്ക് ഫസ്റ്റ് ആവണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ റൈഡ് പെട്ടെന്ന് ചെയ്തത്. അപ്പോൾ ഇനി വരുന്നാളോട് എല്ലാവരും ഒരു നല്ലൊരു സൈക്കിള്, നല്ലൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം വരിക. പിന്നെ ഒരു ബാക്കപ്പ് പ്ലാൻ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ എന്തെങ്കിലും ആയിട്ട്, ഇപ്പം എൻ്റെ കൂടെയുള്ളവരോട് ഞാനൊരു ഗ്യാരണ്ടി കൊടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സൈക്കിൾ അവിടെ ഇട്ടിട്ട് നിങ്ങൾ പോയിക്കോ. ഇപ്പം മേ ബി ഒരു കള്ളൻ എന്തെങ്കിലും ആക്രമിക്കാൻ വന്ന് എന്നെ വിട്ടിട്ട് നിങ്ങൾ പോയിക്കോ, ഞാനുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ആരോടും അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മൈൻഡിൽ എനിക്ക് അവിടെ എത്താമെന്ന് മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് മരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഹാപ്പി ആയിരിക്കും. ഞാൻ അവരോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഈ റൈഡിൽ ഞാൻ എന്തെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, എന്നെപ്പോലെ ആരെങ്കിലും സ്റ്റണ്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളെ കൂട്ടിയിട്ട് ഇതൊന്ന് ഫിനിഷ് ചെയ്യാൻ നോക്കുക. ഇനി ആവില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സൈക്കിൾ മാത്രം അവിടെ എത്തിക്കുക, എന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് അത് ഫ്രെയിം ചെയ്ത് എൻ്റെ വീട്ടിൽ വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ടെന്നാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്നാളോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രോപ്പർ പ്ലാൻ അത് വേണം. പിന്നെ നമ്മളെല്ലാവർക്കും കാണിച്ചു കൊടുക്കണം, നമ്മൾ ഡ്രഗ്സിന് വേണ്ടിയിട്ടല്ല, ഡ്രഗ്സിനെതിരെയാണ് നമ്മൾ എന്നുള്ളത് കാണിച്ചു കൊടുക്കണം, അതാണ് പറയാനുള്ളത്. അതെ, ഈ പറഞ്ഞ പോലെ ഒരുപാട്
ഇൻസ്പിറേഷൻ എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ഇൻസ്പയർ ആയ ഒരു പേഴ്സണായി തന്നെ മാറുക. യുണീക്ക് വേയിലൂടെയാണ് ഇപ്പം സനീൻ്റെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും നേരം വെൽത്തി സ്പോട്ട്ലൈറ്റിൽ വന്ന് ഞങ്ങളോട് എൻ്റെ ലൈഫിലെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു. കുറേ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരുപാട് നന്ദി. സോ ഫൈനലി എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? എന്നെ ഇങ്ങനൊരു പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്തതിന് ആദ്യം തന്നെ നിങ്ങളോടാണ് ഞാൻ നന്ദി പറയട്ടെ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ക്യാമറേൻ്റെ മുമ്പിൽ ഇങ്ങനെ ഫേസ് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ വേറെ എന്താ എടുത്ത് പറയാനുള്ളത് വെച്ചാൽ ഞാൻ ഇവിടെ സംസാരിച്ചത് തികച്ചും ഭയങ്കര കംഫർട്ടായിട്ട് കൂടിയാണ് സംസാരിച്ചത്. എൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതായത് ഇതുവരെ എനിക്കൊരു ബുദ്ധിമുട്ടോ ഇവിടെ പറയണ്ട, ഈ കാര്യം ഇവിടെ പറയണ്ടെന്ന് വരെ എനിക്ക് തോന്നിയില്ല. ഞാൻ എല്ലാ കാര്യവും ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളായാലും എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നെ ഇങ്ങനൊരു ഇതിൽ ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. ഇനിയും ഇങ്ങനെയുള്ള ടാലൻ്റുള്ള ആൾക്കാരെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യട്ടെ, അതാണ് എൻ്റെയും ആഗ്രഹം. കാരണം ഇനി വരുന്ന ആൾക്കാർക്ക് ഇതൊരു സപ്പോർട്ട്, നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടാണ് അവരെ മുമ്പോട്ടേക്ക് എത്തിക്കുക. ഇപ്പം എനിക്കായാലും ഇതെൻ്റെ ഒരു വേറെ തന്നെ എനിക്കൊരു അനുഭവമാണ് നിങ്ങളിപ്പോൾ തന്നത്. ചിലപ്പം ഇതായിരിക്കും എൻ്റെ തുടക്കം. ഇതിലെ കൂടി തന്നെ ഞാൻ നന്നാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അതെ, ഈ പറഞ്ഞ പോലെ വലിയൊരു സക്സസ് ആവട്ടെ. ആഗ്രഹം പോലെ ഇന്ത്യ മുഴുവൻ റൈഡ് ചെയ്ത് സക്സസിലോട്ട്, അതിനുശേഷം വേൾഡ് ടൂർ പറ്റുമെങ്കിൽ വേൾഡ് ടൂർ അടിക്കണം എന്നാണ് ആഗ്രഹം. അതെ, എൻ്റെ ഡ്രീംസ് എല്ലാം അറിയില്ല, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. അതെ, വലിയ ഡ്രീംസ് എല്ലാം സക്സസ് ആവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, അതുപോലെ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.